നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊരു ബുക്ക് മാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഞാനിത് ബേസിക് സ്റ്റിച്ച് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നൊരു ഫ്ലവറാണിത്. പക്ഷെ നമുക്ക് ഇതിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പം യൂസ് ചെയ്യുന്നത് ഈ 2 കളർ യാണുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യാൺ ഉപയോഗിക്കാം. ഇന്ന് നമ്മളൊരു ബുക്ക് മാർക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഹുക്കിൻ്റെ സൈസ് ഞാൻ ഉപയോഗിക്കുന്നത് 3.5 ആണ്. പിന്നെ എനിക്ക് വേണ്ടത് ഒരു സിസേഴ്സും പിന്നെയുള്ളത് ഈ നീഡിലുമാണ്, നമുക്ക് സ്യൂ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവറാണ്. ഈ ഫ്ലവർ ഞാനിപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല, ബിക്കോസ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ സെയിം ഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ സ്റ്റെപ്സ് സൈഡിൽ കൊടുക്കാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് ആ സ്റ്റെപ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഈ ഫ്ലവറാണ്. ഓക്കെ, ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിതിനെ പെയർ ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റ് യാൺ വെച്ചിട്ടാണ്. ഓക്കെ, ഞാനിതിൽ കുറച്ച് ഇത്രയും നീളം ഞാനിത് കട്ട് ചെയ്തിട്ട് ഞാനിതിനെ ഇതിലേക്ക് തുന്നിക്കയറ്റാൻ പോകണം. അതായത് നമ്മുടെ ഈ പോളനൊക്കെ നിൽക്കില്ലേ, അതേപോലെ ഇതിലേക്ക് കയറ്റണം. അതായത് ഇത് ഞാൻ എന്നിട്ട് സ്യൂ നീഡിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് സെൻറ്ററിൽ കൂടെ പുള്ള് ചെയ്തു. ഓക്കെ, സെൻറ്ററിലെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെ പുള്ള് ചെയ്ത് ഞാൻ ഇതിൽ 4 ചെയിനാണ് എനിക്കുള്ളത്. അതിൽ നടുക്കിലെ ചെയിനിൽ കൂടെ, അതായത് 2 നടുക്കിലെ ചെയിനിൻ്റെ നടുക്കിൽ കൂടെ ഞാനിതിനെ ഇൻസേർട്ട് ചെയ്ത് ഞാനിതിനെ പിന്നെയും പുള്ള് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പുള്ളായി ഇതിങ്ങനെ വന്നു. ഓൾറൈറ്റ്, ഇനി ഞാൻ പിന്നെയും ഇത് ഈ പറഞ്ഞ സെൻറ്ററിൽ കൂടെ പിന്നെയും പുള്ള് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് യാണിൻ്റെ ഇത് കാണാം. എഗെയിൻ ഞാനിത് ഒരു പെറ്റലിൻ്റെ ഇടയിൽ കൂടെ പുള്ള് ചെയ്തെടുത്തു. ഓക്കെ, പിന്നെയും സെൻറ്ററിൽ കൂടെ തന്നെ ഇതിന് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് എഗെയിൻ ഞാൻ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അത്രയും ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു പെറ്റലിൻ്റെ ഉള്ളിലേക്ക് ഒരു പോളം നിൽക്കുന്ന പോലെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇതിനി നമുക്ക് ഇവിടെ ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യാം. അതായത് ഇവിടെ ജസ്റ്റ് ഇതിങ്ങനെ കെട്ടിയിട്ടാൽ മതി. അങ്ങനെ ഞാൻ ഇപ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ, കാരണം അത് പിന്നെ സ്യൂ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാം. ഇനി നമുക്ക് വേണ്ടത് ബുക്ക് മാർക്കിലോട്ട് ഒരു ലെങ്തി പോർഷനാണ്. ഓക്കെ, ഇത് നമുക്ക് എത്രത്തോളം നമ്മുടെ ലെങ്ത്ത് വേണോ അത് വെച്ചിട്ടാണ് ഇതിൽ ഇനി വേണ്ടത് ഈ ഒരു ചെയിനും അതിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഈ ബുക്കിലേക്ക് ലോക്കായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സർക്കിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്കിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാർക്കായിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് അത് ഈ ഒരു ഭാഗം ഈ ചെയിൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം, ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ജസ്റ്റ് ഞാൻ ശരിക്കും ചെയ്തിരിക്കുന്നത് മാജിക് സർക്കിളാണ്. ഞാൻ മാജിക് സർക്കിളിൽ കാണിച്ചു തരാം. മാജിക് സർക്കിൾ എങ്ങനെ ഇടണമെന്ന് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ സ്ലിപ്പ് നോട്ട് തന്നെ, പക്ഷെ ഒരു ജസ്റ്റ് എക്സ്ട്രാ ചെയിനും കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാജിക് റിംഗ് ആയി. ഇതിലൊരു 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഞാൻ ഞാനിപ്പോൾ ഒരു 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതാണ് ആ മാജിക് റിങ്ങിൻ്റെ എൻഡ്. ഈ എൻഡ് പിടിച്ച് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിവിടെ ക്ലോസ് ആയി. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് വെരി സിമ്പിളാണ്. ഇതിനൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ വന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, ഇതിൻ്റെ ബാക്ക് ലൂപ്പ്. ഞാനിതിൻ്റെ ബാക്ക് ലൂപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും രണ്ടും കൂടെ ചേർത്തിട്ടും ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷനായി, ഈ ഒരു പോർഷൻ വന്നു. ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
അത്രയും ചെയിൻ ഉണ്ടാക്കണം. അതായത് എനിക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ചെയിൻ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ബുക്കിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ ആ ചെയിനിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എനിക്ക് ആവശ്യമുള്ള നീളത്തിനുള്ളത് ഒരു 20 സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത്രയും ചെറിയ ബുക്ക് എനിക്ക് ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിതിൻ്റെ നീളം കൂട്ടി ചെയ്യുക. എന്നിട്ട് ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ ഇതിൻ്റെ നൂല് കട്ട് ചെയ്യാണ്. കാരണം എനിക്കിത് നെക്സ്റ്റ് ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഞാനിത് കട്ട് ചെയ്തിട്ട് ഈ ഹുക്ക് ജസ്റ്റ് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റൻ ഓഫായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഈ ഫ്ലവറിലേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യേണ്ടത് ഈ സൂചി തന്നെയാണ്. ജസ്റ്റ് ഇതിലേക്ക് സ്യൂ ചെയ്ത് എടുക്കുക. അപ്പം ഞാനിതിനെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ബാക്ക് സൈഡിൽ ഞാൻ ജസ്റ്റ് ഒരു ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പം ഇതിവിടെ ലോക്കായേ. അറ്റാച്ച് ചെയ്തപ്പോൾ ഇതിവിടെ ലോക്കായി. ഇനി ഇതിനെ ജസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് തുന്നിച്ചേർക്കാം. ഓക്കെ, വൺസ് അത് തുന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്ക് റെഡിയായി. അപ്പോൾ ഇത് ബുക്കിലിരിക്കാൻ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ബുക്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഇവിടെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് പല കളറിൽ ഉപയോഗിക്കാം, കളർ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ ഒരു കളറിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൻ്റെ കളേഴ്സ് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പ്രൊജക്റ്റ്.